യുഡിഎഫിനെതിരായ റിബൽ നീക്കത്തിൽ നിന്ന് പിന്മാറാതെ ഡിസിസി ജനറൽ സെക്രട്ടറി സഞ്ജയ് ഖാൻ. പുനലൂരിൽ കോൺഗ്രസിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാതെ ഡിസിസി ജനറൽ സെക്രട്ടറി സഞ്ജയ് ഖാൻ. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സഞ്ജയിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിൽ തുടരുകയാണ്. മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സഞ്ജയ് ഖാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പുനലൂരിൽ ആദ്യം വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയ നെൽസൺ സെബാസ്റ്റ്യൻ ഒടുവിൽ മുസ്ലിം ലീഗിന് കൈകൊടുത്തു. പ്രതിസന്ധി നീങ്ങിയെന്ന ആശ്വാസത്തിലേക്ക് നേതൃത്വം നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ഡിസിസി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ മത്സരം പ്രഖ്യാപിച്ചത്. ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സഞ്ജയ് ഖാൻ ഒരുങ്ങുന്നത്. മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ തുടർച്ചയായ തോൽവിയെ തുടർന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ശക്തമായ ആവശ്യം മണ്ഡലം നേതാക്കൾ ഉയർത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇതിനോട് മുഖം തിരിക്കുകയും സീറ്റ് മുസ്ലിം ലീഗിന് തന്നെ നൽകുകയും ചെയ്തു. ഇതോടെയാണ് കോൺഗ്രസ് അഞ്ചൽ പുനലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യനെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയത്. സംസ്ഥാന നേതൃത്വവും മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വവും ശക്തമായി ഇടപെട്ടതോടെ നെൽസൺ സെബാസ്റ്റ്യൻ പിന്മാറി. ഇതിൽ പ്രതിഷേധിച്ചാണ് അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ സ്വയം മത്സരിക്കാൻ തീരുമാനിച്ചത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.